മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളത്ത് ഏകീകൃത കുർബാനയുമായി ഏറെ മുന്നോട്ട് പോകാനാകില്ലെന്ന് അതിരൂപത സംരക്ഷണ സമിതി വക്താവ് ഫാദർ ജോസ് വേലിക്കോടത്ത് ന്യൂസ് മലയാളത്തോട്. തൽക്കാലത്തേക്ക് നിശബ്ദത പാലിക്കാനാണ് തീരുമാനം. നിലവിലെ സർക്കുലറിൽ പൂർണ്ണ തൃപ്തിയില്ല. കെട്ടിയേൽപ്പിച്ച ഏകീകൃത കുർബാന വിശ്വാസികൾ തള്ളിക്കളയും. ലിറ്റർജിക്കൽ വേരിയന്റ് നേടിയെടുക്കുക എന്നതാണ് അതിരൂപതയുടെ ലക്ഷ്യമെന്നും ഫാദർ ജോസ് വേലിക്കോടത്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. സംതൃപ്തനല്ല എങ്കിലും തീരുമാനത്തോട് വിയോജിപ്പുണ്ടെങ്കിലും എതിർക്കുന്നില്ല. റോമിൻ്റെ അന്ന് ലിറ്റർജി റോമിന് റിസർവ്ഡാണ്. അപ്പോൾ റോമിൻ്റെ അനുഭവത്തോടെ അദ്ദേഹം ഒരു പരീക്ഷണാർത്ഥം എന്ത് ചെയ്തു, ഈ ഭാരതീയ പൂജ അർപ്പിച്ചു. അപ്പോൾ പല കാരണങ്ങളാൽ അത് അംഗീകരിക്കപ്പെട്ടില്ല. അതിപ്പോൾ ഡെഡാണ്, നിന്നുപോയി. ഈ സഭയിൽ സമാധാനമാണല്ലോ എല്ലാവർക്കും ആവശ്യം. അപ്പോൾ പക്ഷെ ഞാൻ ഉയർത്തി കാണിക്കുന്നത് നീതിയുള്ളിടത്തെ സമാധാനമുള്ളൂ. അല്ലാതെ വേറെ ബാഹ്യമായി അന്ധമായി അനുസരിച്ചതുകൊണ്ട് നീതി ലംഘിച്ചുകൊണ്ട് ഉള്ള ഒരു സംവിധാനത്തെ എന്നെപ്പോലുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ മനമില്ലാ മനസ്സോടെ സമ്മതം കൊടുത്തിട്ടുള്ളത് എന്തിനാ? ഞങ്ങളുടെ ഷെഡ്യൂൾഡ് കുർബാനയ്ക്കല്ല. ഞങ്ങളുടെ പള്ളി മിക്കവാറും ചില പള്ളികളിൽ 100%, ചില പള്ളികളിൽ 99%, അല്ലെങ്കിൽ 98% വരുന്നത് ഈ ജനായു കുർബാനയ്ക്ക് തന്നെ. ഇപ്പോഴത്തെ ഈ തീരുമാനത്തിലും വളരെ അപൂർവമായിട്ടാണ് ഈ കൽദായവാദം ഉയർത്തി കാണിക്കുന്ന വിശ്വാസികളെ ഇടവുകളിലുള്ള വളരെ ദുർബലമായ ശതമാനമാണ്. അപ്പോൾ ഭൂരിപക്ഷം ആളുകൾ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിലും പങ്കെടുക്കുന്ന ഏത് കുർബാന? ഷെഡ്യൂൾഡ് മാസമാണ്. മിക്കവാറും പള്ളിയിൽ 2 ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ 3 ഷെഡ്യൂൾഡ്, അപൂർവം ചിലയിടത്ത് 4 സ്റ്റേഷനിലൊക്കെ ആയിട്ട്. അതെല്ലാം ജനാഭിമുഖമാണ്. അത് മാത്രമല്ല, ഇത് ഇടവപ്പള്ളിയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഫീലിയർ ചർച്ചസ് ഉണ്ട്, കുരിശുപള്ളികളുണ്ട്. അവിടെയൊക്കെ ജനാഭിമുഖം മാത്രമേ ഉള്ളൂ. അവിടെ 50-50 അപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന അൽമായർ ഇതിന് നേരത്തെ പറഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിലും സമാധാനം ഉണ്ടാകാൻ വേണ്ടി സമ്മതിച്ചത് അവരുടെ വിശ്വാസ ജീവിതത്തെ ബാധിക്കുന്നില്ല. മാത്രമല്ല, ഇതിനു മുമ്പ് ഇവർ കുറേ അയഞ്ഞു. ഇവരെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തരം ലീഗലിസവും റിച്വലിസവും ആണ് കൊണ്ടുനടക്കുന്നത്. രണ്ടാമത്തെ സുനോദോസ് പറയുന്നത് മെത്രാൻ കേന്ദ്രീകൃതമല്ല സഭ. ഈ രണ്ടാമത്തെ കൗൺസിൽ വരെ മെത്രാൻ ആണ് സഭ എന്നൊക്കെ തെറ്റായി പഠിപ്പിച്ചിരുന്നു. അത് തിരുവചനം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. രണ്ടാമത്തെ കൗൺസിൽ മുതൽ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനമാണ് സഭ. അപ്പോൾ എറണാകുളം അതിരൂപതയിലെ ദൈവജനത്തെ സംബന്ധിച്ച് ഒരിക്കലും 50-50 പങ്കെടുക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിൻ്റെ ഒപ്പം. വിവരങ്ങളുമായി അനിൽ ജോർജ് ആണ് തത്സമയം കൊച്ചിയിൽ നമുക്കൊപ്പം ചേരുന്നത്. അനിൽ ജോർജ്, ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനയെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണല്ലോ ഈ വിശ്വാസികളുടെയും അതിരൂപത സംരക്ഷണ സമിതിയുടെയും ഉൾപ്പെടെ ആവശ്യം. ഇപ്പോൾ ഫാദർ ജോസ് വൈലിക്കോടത്ത് പറയുന്നത് അനുസരിച്ച് ഇതൊരു ലിറ്റർജിക്കൽ വേരിയന്റായി, ഒരു പ്രത്യേക ആരാധനാ രീതിയായി സഭ പ്രഖ്യാപിച്ചാൽ സഭയിലെ മറ്റു രൂപതകളിലും ഇത്തരം ജനാഭിമുഖ കുർബാന കാംക്ഷികൾ ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായും അവിടെയും പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ലേ എന്നുള്ളതാണ് ഒരു സംശയം. ബിനിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമല്ല സീറോ മലബാർ സഭയിലെ പല രൂപതകളിലും ഈ ജനാഭിമുഖ കുർബാനയോട് ആഭിമുഖ്യം പുലർത്തുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്തോട് ചേർന്ന് കിടക്കുന്ന രൂപതകളിൽ ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ തന്നെ മലബാർ പ്രദേശത്തെ രൂപതകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. കേരളത്തിന് വെളിയിലുള്ള മറ്റു രൂപതകളിലും സമാനമായ ആവശ്യങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം അതിരൂപത സംരക്ഷണ സമിതി വർഷങ്ങളായി ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നിലയുറപ്പിക്കുന്ന ആളുകളാണ്. അതിരൂപതയിലെ ജനാഭിമുഖ കുർബാന നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെ പോകാനും അത്രത്തോളം വലിയ സമരങ്ങൾ നടത്താനും ഉള്ള പല ആസൂത്രണങ്ങളും നടത്തിയിട്ടുള്ള സംരക്ഷണ സമിതി പറയുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു താൽക്കാലികമായ പരീക്ഷണമാണ്. ഇതിനു മുമ്പ് ഇത്തരം പല പരീക്ഷണങ്ങൾ സീറോ മലബാർ സഭയുടെ കുർബാനയെ സംബന്ധിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർദിനാൾ പാറേക്കാട്ടിലിൻ്റെ ഭാരതീയ പൂജയായിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ അത് നിന്നുപോയി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സമവായം അത് കൃത്യമായും എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരു മൗനം പാലിക്കുകയാണ്. കാരണം എന്താണെന്നാൽ ഷെഡ്യൂൾഡ് മാസിലേക്ക് ഇതുവരെ 50-50 കുർബാന അല്ലെങ്കിൽ ഏകീകൃത കുർബാന കടന്നു വന്നിട്ടില്ല. അവിടെയെല്ലാം ജനാഭിമുഖ കുർബാന തുടരുന്നുണ്ട്. അതിനാൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് ആർക്കും തന്നെ ഈ 50-50 കുർബാനയിലേക്ക് പോകേണ്ട കാര്യമില്ല, ഏകീകൃത കുർബാനയിലേക്ക് പോകേണ്ട
പോകേണ്ട കാര്യമില്ല. അതൊരു സമാധാനം പുലരുന്നതിന് വേണ്ടി ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ ഒരു പരീക്ഷണമെന്നോ ഉള്ള നിലയിലാണ്. അതായത് ആ പരീക്ഷണം കുറച്ചു കാലം കഴിയുമ്പോൾ നിന്നു പോകുന്ന സാഹചര്യമുണ്ടാകും എന്നുകൂടി എറണാകുളം അങ്കമാലി അതിരൂപത സംരക്ഷണ സമിതി വിലയിരുത്തുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ പ്രതിഷേധിക്കുന്നില്ല. പക്ഷേ ഈ തീരുമാനങ്ങളിൽ സംതൃപ്തിയില്ല എന്നും ഈ തീരുമാനങ്ങൾ പൂർണ്ണമായും ഒരു കെട്ടിയേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായതെന്നും മെത്രാൻ കേന്ദ്രീകൃത സഭ എന്ന നിലയിൽ നിന്ന് ദൈവജന കേന്ദ്രീകൃത സഭയിലേക്കുള്ള മാറ്റം കൂടിയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു കുർബാനക്രമത്തെ എറണാകുളം അങ്കമാലി അതിരൂപത എക്കാലത്തും ചെറുത്തതെന്നുമാണ് അവർ പറയുന്നത്. സമാനമായ നിലയിൽ തന്നെ സിനഡ് അനുകൂല വിഭാഗവും പ്രതിഷേധത്തിലാണ്. സീറോ മലബാർ സഭാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ജൂലൈ 3. അന്നാണ് ഇത്തരത്തിൽ ഈ സമവായം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമവായം നടപ്പാകുന്നത്. അതായത് പുതിയ കൂരിയ ചുമതലയേക്കുന്നു, പഴയ കൂരിയ മാറുന്നു. ഒപ്പം ഒരു ഏകീകൃത കുർബാന എല്ലാ ഇടവകകളിലും ചൊല്ലുന്ന തരത്തിലേക്കുള്ള ഒത്തുതീർപ്പ് വരുന്നു. ഒപ്പം ജനാഭിമുഖ കുർബാനയ്ക്ക് പൂർണ്ണമായ നിയമ പ്രാബല്യം, നിയമസാധുത ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതെല്ലാം ജൂലൈ 3-നാണ്. അന്ന് തന്നെ സീറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയും ചെയ്യും. ആ സമയത്ത് രാവിലെ 8 മണി മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിനഡ് അനുകൂലികളായ വിശ്വാസികൾ മൗണ്ട് സെന്റ് തോമസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഭാദിനത്തെ സഭാ വഞ്ചന ദിനമായാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും ഒപ്പം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും രാജിവെക്കണം എന്നതാണ് അവർ ഉയർത്തുന്ന ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മൗണ്ട് സെന്റ് തോമസ് ഉപരോധിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ കുർബാന തർക്കം ഇപ്പോഴും അങ്ങനെ അണയാത്ത ഒരു കനലായി തന്നെ തുടരുകയാണ് ബിനിൽ. ഓക്കെ, ആ സർക്കുലർ പുറത്തു വന്നെങ്കിലും അതൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലം ചെയ്ത മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു അന്ത്യശാസനം പോലുള്ള ഒരു വീഡിയോ സന്ദേശം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കൽപ്പന ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷെ അതുൾപ്പെടെ അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ഒരു വിമത വിഭാഗവും ഔദ്യോഗിക വിഭാഗവും തർക്കത്തിൽ തന്നെ തുടരുന്ന സാഹചര്യം ആണ്. ഏകീകൃത കുർബാന, ഒരു കുർബാന ജനാഭിമുഖ കുർബാന, മറ്റ് ഏകീകൃത കുർബാന മറ്റ് സമയങ്ങളിൽ എന്നുള്ള ഒരു സമവായം പോലും അംഗീകരിക്കാനാവില്ല ഈ ഘട്ടത്തിൽ മാത്രമല്ലാതെ എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അനിൽ ജോർജാണ് വിവരങ്ങൾ നൽകിയത്.